എനിക്ക് തേർഡ് കിട്ടി ഗ്യാസ്, തേർഡ് കിട്ടി. മോണോ ആക്ച്വലി എനിക്ക് ചിരിച്ചു ഞാൻ അവസാനം ചിരിച്ചു. കഴിയാൻ പോകുമ്പോ എല്ലാരും കഴിയാൻ പോകുമ്പോ ഭയങ്കര ഇതായിട്ട് പറയും അങ്ങനെ ഇങ്ങനെ. ഇവള് ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു ഞാനിവിടെ കൂട്ടിക്കൊണ്ട് പോകാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അങ്ങനെ വീണ്ടും ഒരു കോളേജ് വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. ആർട്സിൻ്റെ സെക്കൻഡ് ഡേ. ഫസ്റ്റ് ഡേയുടെ ഞാൻ വ്ളോഗൊന്നും എടുത്തിട്ടില്ല, ഇന്ന് സെക്കൻഡ് ഡേയുടെ വ്ളോഗ് എടുക്കുന്നത്. ഇന്ന് എൻ്റെ പരിപാടിയുണ്ട്, ഇന്ന് എൻ്റെ സ്കിറ്റും ഉണ്ട്, മോണോ ആക്ട് ഉണ്ട്. മോണോ ആക്ട് ഞാൻ ഏകദേശം പ്രിപ്പയർഡ് ആണെന്ന് പറയാം, അല്ല എന്നും പറയാം. ഓക്കെ ആണ്. ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറി കളിക്കുന്നത്, അപ്പോൾ സെറ്റാക്കണം, ഫൈറ്റിങ്. ഇപ്പോൾ ഞാൻ എന്തായാലും കോളേജിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇന്ന് എന്തായാലും പോയിട്ട്, ഇന്നലെ ഞാൻ ലേറ്റ് ആയിട്ടാണ് പോയത്. അപ്പോൾ ഇന്ന് എനിക്ക് എന്തായാലും നേരത്തെ പോകണം, കുറച്ച് പരിപാടി നേരത്തെ തുടങ്ങും. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ പോട്ടെ. ബാക്കി വിശേഷം കോളേജിലെത്തിയിട്ട് കാണാം. ഇനി നമ്മളെ കാണാൻ പോകുന്നത് ഷാമിലിൻ്റെ മോണോ ആക്റ്റാണ്. ഷാമിലെ സാറാക്കൂലേ? ഓനാക്കുന്നല്ല ചെല്ലുന്നു, ഓനെങ്ങനെ കളിക്കുന്നതൊക്കെ. എനിക്ക് പ്രശ്നം എന്തെന്നറിയോ, ഞാനുണ്ട് മോണോ ആക്ടിനെ. എനിക്ക് അഭിനയം വരുന്നില്ല അങ്ങനെ, അതായത് ഇങ്ങനെ കണ്ണൊന്നും പുറത്തിട്ടല്ലേ കളിക്കൂല ആൾക്കാര്, അങ്ങനെ എനിക്ക് വരുന്നില്ല. അതൊക്കെ ഇൻഷാല്ല എന്തായാലും സെറ്റാക്കാം. എന്നെയും നിങ്ങളെയും റാഞ്ചി പതക്കുവാൻ കാത്തിരിക്കുന്ന മയക്കുമരുന്ന് മാഫിയ പോലെയുള്ള കഴുകന്മാർ, കഴുകന്മാർ എടാ സ്റ്റേജിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണേ. കഴുകന്മാർ ഷാമിലിന്റെ ഒരു ഒന്നൊന്നര അഭിനയമാണ് ഗായ്സ്. ഇത് മോണോ ആക്ട് അല്ല, ഇത് മോണോ ആക്ട് അല്ല, ഇത് സൈത്താൻ കൂടിയ കുളിയും കൂടിയെന്നല്ലേ ചെല്ലൂലേ. അതായത് എൻ്റെ രണ്ട് അനിയന്മാർ. ഹലോ ഹലോ ഗായ്സ്, നമ്മുടെ കോളേജിൽ ഇന്ന് കലോത്സവം 2ാം ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ താത്തോടെ കലോത്സവം അല്ല എന്തായിരുന്നില്ലേ രജനെ, എന്തായിരുന്നില്ലേ നാടകമല്ല സ്കിറ്റാ, നാടകവും ഉണ്ട്, മോണോ ആക്റ്റും ഉണ്ട്. നമുക്കപ്പോൾ ആ വീഡിയോയിലേക്ക് പോകാം. ഇവളും തെറ്റു. ഞാനിവിടെ കൂട്ടിക്കൊണ്ട് പോകാം. അവിടേക്ക് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലാക്കുന്നത് ഇന്നത്തെ തലമുറയുടെ ഒരു രക്ഷാമാർഗമാണ്. ഇതിലേക്കായി ഒരു വൃദ്ധ മുത്തശ്ശിയുടെ നൃത്യസ്വപ്നത്തിലേക്ക് ഞാൻ കൊണ്ടുപോകാം. ഗൈസ്, എൻ്റെ മോണോ ആക്ട് കഴിഞ്ഞു, എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ വേർഡ്സ് ഒന്നും എൻ്റെ വായിൽ വന്നില്ല. പിന്നെ ഞാൻ ചിരിച്ച് കരഞ്ഞ പാട് ഒറ്റ എക്സ്പ്രഷൻ മാറ്റി ചിരിച്ച്. മുഖത്ത് എക്സ്പ്രഷൻ വന്നില്ലോ? അത് എക്സ്പ്രഷൻ ഇടാൻ അറിയാത്തതുകൊണ്ട്
അതുകൊണ്ട് ഭയങ്കര എക്സ്പ്രഷൻ ഇട്ടു മാരി വെതറി. എന്തായാലും ഞാൻ ആ വീഡിയോ ഇല്ല എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാം. നോക്കാം, നേരിടുന്നെങ്കിൽ മാത്രം ഇൻക്ലൂഡ് ചെയ്യും, ഇല്ലെങ്കിൽ ഇൻക്ലൂഡ് ആക്കില്ല. ഇപ്പം അടുത്ത പരിപാടി നടക്കുന്നുണ്ട്, മിമിക്രി. എനിക്ക് തേർഡ് കിട്ടി ഗ്യാസ്, തേർഡ് കിട്ടി. മോഡ് ആക്ച്വലി എനിക്ക് തേർഡ് കാരണം പറ, കുറേ എക്സ്പ്ലനേഷൻ നടത്തി തരുമ്പത്തെ കുറെ എക്സ്പ്ലനേഷൻ. ഞാൻ ചിരിച്ചത് ഞാൻ അവസാനം ചിരിച്ചത്. കഴിയാൻ പോകുമ്പോ എല്ലാരും കഴിയാൻ പോകുമ്പോ ഭയങ്കര ഇതായിട്ട് പറയും, അങ്ങനെ ഇങ്ങനെ ഇവള് ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു. ചിരി എപ്പോഴും നല്ലതല്ല. ഒരു മാർക്കിന് എനിക്ക് സെക്കൻഡ് പോയത്, പക്ഷെ കുഴപ്പമില്ല. ഫസ്റ്റ് ടൈം കയറിയിട്ടല്ല, അത് കിട്ടി, അത് സന്തോഷിക്ക്. പിന്നെ ഇതിൽ ഈ ആദ്യത്തെ മുടിയനൊഴികെ ബാക്കി രണ്ടുപേരും ഞങ്ങളുടെ സീനിയേഴ്സാണ്. ഇതൊക്കെ എപ്പോൾ ഈ വ്ളോഗൊക്കെ ഇവരെടുത്തതെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ ഫോൺ ഇവരുടെ കയ്യിലുണ്ടായിന്. എന്തൊക്കെയോ വീഡിയോസൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. ചാനലില്ലാത്ത വ്ളോഗേഴ്സ് എന്ന് പറയില്ല, ആ കൂട്ടത്തിൽ ഇവരെ പെടുത്താം. നല്ല വ്ളോഗർമാരാണ്, നല്ല അടിപൊളിയായിട്ട് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കോസ്റ്റ്യൂം മാറ്റാനായിട്ട് പിന്നെ ചാർജറൊക്കെ എടുക്കാനായിട്ട് വീട്ടിൽ പോയി. കാരണം ഇംഗ്ലീഷ് ഡ്രാമ ഉണ്ടായി. അപ്പോൾ അതിനുള്ള കോസ്റ്റ്യൂം മാറ്റണം, ഫുഡ് കഴിക്കണം, എൻ്റെ ചാർജർ എടുക്കണം, അങ്ങനെ കുറച്ച് സാധനമൊക്കെ എടുക്കാനായിട്ടാണ് വീട്ടിലോട്ട് പോയത്. ഉച്ചയ്ക്ക് ഞാൻ രാവിലെ മറന്നുപോയി. ഗൈസ് വീട്ടിൽ പോയിട്ട് കോസ്റ്റ്യൂമൊക്കെ മാറി എൻ്റെ സ്കിറ്റിനല്ലേ അല്ല നാടകത്തിനുള്ള കോസ്റ്റ്യൂം ഇട്ട് വന്ന് ഇത് ഞാൻ എൻ്റെ കോസ്റ്റ്യൂം ഇതാ അമ്മയുടെ കോസ്റ്റ്യൂം ഷർട്ട്. മോഡേൺ ആയിട്ടുള്ള ഒരു അമ്മയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെയാണ്. ആടാ വേറെ പണിയില്ലാത്തോണ്ടല്ലേ ഇപ്പൊ വ്ളോഗ് ചെയ്യുന്നുള്ളത്. കോളേജിൽ ഇത്രയും കോൺഫിഡൻസോടെ വേറെ ആരെങ്കിലും വ്ളോഗ് ചെയ്യുന്നുണ്ടാ? ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളെ കൂട്ടത്തിലെ ഓരോ പരിപാടി കഴിയുമ്പോ നമ്മ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റു സ്റ്റേജിലോട്ട് സ്വിച്ച് ചെയ്തോണ്ടേയിരിക്കണം. ഒരു സ്റ്റേജ് ഉണ്ടാവും, ആ സ്റ്റേജിൽ നിന്ന് അപ്പുറത്തേക്ക് വേഗം പാഞ്ഞിട്ട് പോകണം, അല്ലെങ്കിൽ അപ്പുറത്തെ പരിപാടി നമുക്ക് കാണാൻ കഴിയാം. നമ്മളെ ജുമാന അവളെ കുഞ്ഞിനും കൊണ്ട് ചോദിക്കുന്നത് കണ്ട ലിപ്സ്റ്റിക്കാണ്. അവള് വേറൊന്നുമല്ല ചോദിക്കുന്നത്. നിനക്ക് എന്ത് വേണ്ടേ? എന്താ വേണ്ടേ? അവളെ കുട്ടീനുണ്ട ഇതിന് മിക്കവാറും അല്ലല്ല നമ്മളെല്ലാരും വിത്ത് ജുമാനന്റെ ട്രോഫി. പേര് ജതുവ. ഹായ് അക്ക ജതുവ. അല്ലെങ്കിൽ ഞാൻ മുട്ടായി വാങ്ങും. കരയുവാ കുട്ടി വന്നവിടെ നമ്മൾ ആറ്റിറ്റ്യൂഡ് ഇട്ട് വെക്കുന്ന അർഷക്ക് വരെ പൂക്കിയായി പോയി. ഞങ്ങളുടെ ക്ലാസ്സിലത്തെ ബോയ്സ് എല്ലാം ബിക്കമ്മ മാമെന്ന് പറയാം. കാരണം എല്ലാം ഒക്കത്തെ വെച്ച് നടക്കേന് ഇതിന്. മാഷാല്ലാ ആള് നല്ല ക്യൂട്ടിയാട്ടോ. ആദ്യം വരാൻ കുറച്ച് ഇതുണ്ടോ, എൻ്റെ കയ്യിൽ കുറച്ച് നേരം വന്നായിരുന്നു, പിന്നെ അങ്ങനെ വന്നിട്ടില്ല. വേറൊരു ഫ്രണ്ടിൻ്റെ കയ്യിൽ കുറേ സമയം ഉണ്ടായിരുന്നു, അങ്ങനെ വരുന്നുണ്ട്. നമ്മളെല്ലാവരും ഇത്ര നേരം കുറേ പണിയെടുത്ത്, അതായത് വളണ്ടിയേഴ്സ് എല്ലാവരും പണിയെടുത്ത്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ പണിയെടുത്തിട്ടുണ്ട്. കാണുന്നില്ലേ? രണ്ടെണ്ണം. ഇത് കാണുമ്പോൾ കുറച്ച് പട്ടിശോല്ലാം ഉണ്ടാവും, പക്ഷെ നിങ്ങൾ അതൊന്നും മൈൻഡ് ആക്കണ്ട, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളെ സീനിയർ ഏജല്ല, എൻ്റെ അനിയത്തിയായിട്ടേ വരും. രണ്ടാളും ഇന്നാട്ടികളുടെ പ്രായത്തിന് ചെറുത്, സീനിയറാന്ന് മാത്രമേ ഉള്ളൂ. ഗൈസ് ഈ ഒരു മൂമെൻ്റ് ഇല്ലേ, ഞങ്ങൾ ഫസ്റ്റ് ഡേ സിവിൽ മൊത്തം സെക്കൻഡായിരുന്നു. ട്രിപ്പിളി പങ്ങല കയറി. പക്ഷെ സെക്കൻഡ് ഡേ നമ്മൾ സിവിൽ ഇങ്ങനെ കയറി കറക്റ്റ് അവരോടൊപ്പം എത്തി. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോന്നിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യും. ഇവരിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ ടീമിന് കിട്ടിയ പോയിൻറ്റ്സൊക്കെ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കും. ഇത് ഇനിയും കുറേ റിസൾട്ട് വരാനുണ്ട്. ആ ഒരു സമയത്തുണ്ടായ ഒരു ടൈറ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. എന്നാലും ഭയങ്കര ഒരു കല്ലെടുത്ത് തരാൻ പോലും പറഞ്ഞാൽ ചെയ്യാത്ത റെജിനാണ്. ഒരു സഹായം ചെയ്തു തരാത്ത റെജിന് ഇപ്പൊ വരച്ചു കൊടുത്തത്. പിള്ളേരെല്ലാം വലുതായിരുന്നു. ഗായത്രി ഒരു ഹായൊക്കെ ഇവിടെ. സായന്ത് എടാ നിന്റെ മുഖത്ത് ഇത്രക്കും നോക്കട്ടെ. മോനെ സായന്ത് മോനെ. അങ്ങനെ നമ്മൾ ഓറെ അല്ല നിങ്ങള് ഓറെ നമ്മ ഇപ്പൊ ഇനി കളിക്കാൻ ആക്കുകയാണ്.
അമ്മക്ക് ഫസ്റ്റ് തന്നെ അമ്മക്ക് ഫസ്റ്റ്. ഇത് വട്ടപ്പാട്ടല്ലേ? വട്ടപ്പാട്ടിലെ സിവിലിന്റെ ഫസ്റ്റ്. ഫസ്റ്റ് ഇപ്പൊ സിവിലും ഇഞ്ചോടിഞ്ചായിട്ടുള്ളത് ഫസ്റ്റ്. അങ്ങനെ സിവിലും ട്രിപ്പിളിയും ഒപ്പത്തിനൊപ്പരെന്ന് പറയൂലേ, ഇത് ലാസ്റ്റ് ട്വിസ്റ്റ് ഞാൻ ഇപ്പോൾ പറയണം. അല്ല ലാസ്റ്റ് നിങ്ങൾ കണ്ടു. ഡ്രാമ കഴിഞ്ഞു, പൊളിച്ചടുക്കി. ആ വീഡിയോ ചിലപ്പോൾ ഞാൻ വീഡിയോ ഇടും, ഇല്ലെങ്കിൽ ഇടൂല. ഞാൻ ഷോർട്ടായിട്ട് ഷോർട്ടായിട്ട് ലോങ് ആയിട്ടാണ് ഇടാം. എന്തായാലും നമ്മള് സിവിൽ ഡിപ്പാർട്ട്മെന്റ് സിവിൽ ഞങ്ങളുടെ കലാപ്രതിഭനെ കണ്ടോ? തുക്കടോ എക്സ്. പക്ഷെ ഇപ്രാവശ്യം കിട്ടൂലേ? ഇവരെ ഇടപെട്ടുകൊണ്ട് ഡിസ്ക്വാളിഫൈ ആക്കിയതിനാൽ നിങ്ങളിത് കേൾക്കണം. ഇവളാണ് ഷെഡ്യൂൾ ഇട്ടത്. 5 ഒരു ദിവസം ഇവളാക്കി മനപ്പൂർവ്വം അറിഞ്ഞുകൊണ്ട്. തോറ്റു തുന്നം മാറി പണ്ടാരം അടങ്ങിയിരിക്കുന്ന ആദിത്യ പ്രദീപനും ആദിത്യ കിരണനും ആദിക്കും പിന്നെ ഈ ഒരു സാധനത്തിനും കൂടി നമുക്ക് ഒന്ന് സ്മരിക്കാം. കാരണം തോറ്റു പണ്ടാരടങ്ങി ഓർ. എടാ ഈ തോൽവിയെ കുറിച്ച് 2 വാക്ക് പറ. ഈ തോൽവിയെ കുറിച്ച് 2 വാക്ക്. ഇന്നലെ വരെ നിങ്ങൾ ഭയങ്കര ആദ്യം പോട്ടടാ. തലവേദന ഞാനൊന്ന് കിടക്കട്ടെ. ഇതാണ് ഞങ്ങളെ രവീച്ച. ഇവരെ എനിക്ക് ഞാൻ IT പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്കറിയായിരുന്നു. കുറേ പേർക്ക് അറിയില്ലല്ലേ, ഞാൻ കണ്ട് വുമൻസ് IT BCയിൽ ചെയ്തതെന്ന്. അങ്ങനെ ഫൈനലി കപ്പ് ഞങ്ങളുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ തൂക്കി. കഴിഞ്ഞ വർഷത്തെ ആർട്സിൻ്റെ ചാമ്പ്യൻസും ഞങ്ങൾ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം കപ്പ് തിരിച്ച് പിടിച്ചു. എനിക്ക് കുറേ ലേറ്റായി, രാത്രി കുറേ സമയം ഞാൻ വീട്ടിൽ പോകാണ്. അപ്പോൾ നമ്മളെ കോളേജിലത്തെ ആൾക്കാർ പറഞ്ഞു ആർട്സ് അടിപൊളിയായിരിക്കും. ശരിക്കും അടിപൊളിയായിരുന്നു. നമുക്ക് വൈബാക്കാൻ ആൾക്കാരുണ്ടെങ്കില്ല അടിപൊളിയായിരിക്കും. എനിക്ക് നല്ല രസമുണ്ടായിന്. എല്ലാവരും കൂടി ഇരുന്ന് ഞാൻ അധികം ട്രിപ്പിളിൻ്റെ ഒപ്പരം ഉണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര നല്ല മെമ്മറബിൾ ആയിട്ടുള്ളൊരു ആർട്സ് ആയിരുന്നു. ഇനി എന്തായാലും എൻ്റെ ഈ വീഡിയോ ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ ഇടുമ്പോഴേക്ക് ഇൻഷാല്ല ഇതിന് എനിക്ക് പയ്യെ നോക്കുമ്പോൾ നല്ലൊരു ഓർമ്മയായിരിക്കും. ഈ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയിട്ട് ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് ഏറ്റവും വലിയ നല്ല പാട്ട് എന്തെന്ന് അറിയുമോ? നമ്മളിങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് എടുത്ത് നോക്കൂലേ, അന്ന് ഇങ്ങനെയായിരുന്നു. അന്ന് പിന്നെ നമുക്ക് ക്രിഞ്ചെന്ന് തോന്നും. പക്ഷെ എന്നാലും ആ സമയത്ത് നമുക്കുണ്ടായ എൻജോയ്മെൻറ്റും കാര്യമൊക്കെ എല്ലാത്തിലും ഇൻക്ലൂഡ് ആയിരിക്കും. നല്ലൊരു ഡേ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഞാൻ ഫ്രഷായിട്ട് ഇല്ല വേറെ കാര്യം ഇനി ഡെയിലി കോളേജ് പോകണം, അസൈൻമെൻറ്റ് എഴുതണം, അങ്ങനെയൊക്കെയായി. എന്തായാലും അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.